Welcome to C Square Academy. Today we are discussing about subject Geotechnical Engineering 2, and first of all we are discussing about foundations. Foundations are the substructure and it is the lower portion of a building which is usually located below the ground level, which transmits the load of the superstructure to the subsoil. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രക്ചറാണ്, നോർമലി ലൊക്കേറ്റഡ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. അത് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് സബ്സോയിലിലേക്ക് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് കമ്മിങ് ടു ദി പർപ്പസ് ഓഫ് ഫൗണ്ടേഷൻ, ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ദി ലോഡ് ഓഫ് ദി സ്ട്രക്ചർ ഓവർ എ ലാർജ് ബെയറിംഗ് ഏരിയ ഇൻ എ യൂണിഫോം റേറ്റ് ടു പ്രിവെൻറ്റ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് എ ലെവൽ ആൻഡ് എ ഫിം ബെഡ് ഫോർ ബിൽഡിംഗ് ഓപ്പറേഷൻ. ഒരു ലാർജ് ഏരിയയിലേക്ക് നമ്മുടെ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇനി യൂണിഫോം റേറ്റിലായിരിക്കും ഇതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അൺഈക്വൽ സെറ്റിൽമെൻറ്റ്സ് ഒഴിവാക്കിയായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതൊരു ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനൊരു താങ്ങി നിർത്തുന്ന തരത്തിലൊരു ലെവലായിട്ട് ഒരു ഉറപ്പുള്ളൊരു ബെഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ മൂന്നുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. And coming to the types of foundation, there are two types, shallow and deep foundation. ഈ ഷാലോ ഫൗണ്ടേഷൻ്റെ കേസിൽ ഷാലോ ഫൗണ്ടേഷൻസ് എപ്പോഴും ലോഡിനെ എടുത്തിട്ട് അത് നമ്മുടെ ഗ്രൗണ്ട് സർഫസിന് തൊട്ട് താഴെയുള്ള സബ്സോയിലേക്കായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കാരണം ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് തൊട്ട് താഴെയായിരിക്കും നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിൽ ഡെപ്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ വളരെ ചെറുതായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. പക്ഷേ എന്നാൽ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ നമ്മളെപ്പോഴും ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ എർത്തിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അതായത് എർത്തിൻ്റെ ഏറ്റവും ഹാർഡ് സ്ട്രാറ്റ എവിടെയാണോ അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഡെപ്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഡീപ്പ് ഫൗണ്ടേഷൻ ഹൊറിസോണ്ടലി ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ലോഡ്, അത് വെർട്ടിക്കലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷേ ഷാലോ ഫൗണ്ടേഷൻ്റെ കേസിൽ ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ദി ലോഡ് ഹൊറിസോണ്ടലി. ആൻഡ് കമ്മിങ് ടു ഷാലോ ഫൗണ്ടേഷൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫൗണ്ടേഷൻസ് പ്രൊവൈഡഡ് ഇമ്മീഡിയറ്റ്ലി അണ്ടർനീത്ത് ദി ലോവർ പാർട്ട് ഓഫ് സ്ട്രക്ചർ നിയർ ടു ദി ഗ്രൗണ്ട് ലെവൽ. ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഫൗണ്ടേഷൻ ഇസ് ടു ഡിസ്ട്രിബ്യൂട്ട് the structural loads over a considerable base area at the foundation bed. അതായത് ഫൗണ്ടേഷൻ ബെഡിന് തൊട്ടടുത്തുള്ള കുറച്ച് കൺസിഡറബിൾ ബേസ് ഏരിയയിലേക്ക് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിന് തൊട്ടടുത്തായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ്, ദർ ആർ മെയിൻലി 5 types of shallow foundation: spread footing, combined footing, mat or raft footing, grillage foundation and eccentrically loaded footing. ഈ ലാസ്റ്റ് പറഞ്ഞ എസെൻട്രിക്കലി ലോഡഡ് ഫൂട്ടിംഗ് നമ്മൾ നോർമലി പറയാറില്ല. ബാക്കി 4 നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കമ്മിങ് ടു സ്പ്രെഡ് ഫൂട്ടിങ്സ് ആർ സ്ട്രക്ചറൽ മെമ്പേഴ്സ് യൂസ്ഡ് ടു സപ്പോർട്ട് കോളംസ് ആൻഡ് വാൾസ് ആൻഡ് ടു ട്രാൻസ്മിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദർ ലോഡ്സ് ടു ദി സോയിൽ. അതായത് സ്പ്രെഡ് ഫൂട്ടിങ്ങിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കും ഐസൊലേറ്റഡ് ഫൂട്ടിങ്. ഇത് ഒരു വാളോ ഒരു കോളമോ ആയിരിക്കും അതിന് മുകളിലുണ്ടാവുക. അതിലെ ലോഡ് അത് താഴേക്ക് സബ്സോയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. നമ്മൾ 2 or more കോളംസ് ആണ്, മെയിൻലി 2 അല്ലെങ്കിൽ 3 കോളം നമ്മൾ എടുക്കും. ആ 3 കോളംസ് എന്തെടുക്കുന്നു, ആ 3 കോളംസിന് ഒറ്റയടിക്കൊരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കമ്പൈൻഡ് ഫൂട്ടിങ്സ് ആർ യൂസ്ഡ് വെൻ 2 columns are so close that single footing cannot be used, or when one column is located at or near a property line. അതായത് നമുക്ക് 2 കോളത്തിനും കൂടി 2 ഡിഫറെൻറ്റ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അത്രയ്ക്ക് അടുത്താണ് ആ 2 കോളം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കുക. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൂട്ടിംഗ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു ഫൂട്ടിംഗ് പ്രോപ്പർട്ടി ലൈനിലുമാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് when the 2 columns are so close
together causing overlap of adjacent isolated footing. അതായത് രണ്ട് കോളം തൊട്ടടുത്താണ്, അത് കാരണം അവ തമ്മിലുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. ഇനി കമ്മിങ് ടു ഗ്രില്ലേജ് ഫൗണ്ടേഷൻ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ലെയേഴ്സ് ഓഫ് ബീംസ് യൂഷ്വലി ലേഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് to each other and used to disperse heavy point loads from the superstructure to an acceptable ground bearing pressure. അതായത് ഗ്രില്ലേജ് ഫൗണ്ടേഷന് നമ്മൾ കുറേ ബീംസ് ഒക്കെ ഉണ്ടാകും, അത് റൈറ്റ് ആംഗിളായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെവി ലോഡ്സ് വരുന്ന കേസിലാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് കൊടുക്കുക. അത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഈ ഹെവി പോയിൻറ്റ് ലോഡ്സിനെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് നമ്മുടെ ബെയറിംഗ് സ്ട്രാറ്റയിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഹെവി ലോഡ്സ് ഉള്ള കേസിൽ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ ഗ്രില്ലേജ് ഫൗണ്ടേഷനാണ്. ആൻഡ് ലാസ്റ്റ് വൺ, റാഫ്റ്റ് ഫൗണ്ടേഷൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് thick reinforced concrete slab covering the entire area of the bottom of the structure like a floor. ഒരു ഫ്ലോർ പോലെ എൻറ്റയർ ഏരിയനെ കവർ ചെയ്യുന്നതാണ് നമ്മുടെ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ബേസ് സോയിൽ ഹാസ് ലോ ബിയറിംഗ് കപ്പാസിറ്റി or the column loads are so large that more than 50% of area is covered by conventional spread footing. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 50% ഏരിയ ഈ സ്പ്രെഡ് ഫൂട്ടിംഗ് കാരണം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഒരൊറ്റ ഫ്ലോറായിട്ടൊരു ഫൗണ്ടേഷനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ കൊടുക്കുന്നത്. അതായത് 50% ഏരിയയും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്യും എന്ന് നമുക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കൊടുക്കുന്നതാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഓൾസോ ഇറ്റ് റെസിസ്റ്റ് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഡ്യൂ ടു എർത്ത് ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് കൺസ്ട്രക്ഷൻ വർക്ക്. And coming to the limitations of shallow foundation, a huge amount of earthwork is needed in the case of mat foundation, and also if the shoring system cannot resist the pressure of outside land, then the structure surrounding the area may be damaged by deflection of soil, and groundwater may come out when the earthwork is done. Limited to deal with point load foundation. അതായത് നോർമലി നമ്മൾ പറയുന്നത് ഹ്യൂജ് എർത്ത് വർക്ക് വേണം, അതായത് കുറേ നമ്മൾ എർത്ത് വർക്ക് വേണ്ടി വരും മാറ്റ് ഫൗണ്ടേഷൻ്റെ കേസിൽ. അതുപോലെ തന്നെ ഷോറിംഗ് സിസ്റ്റം നമ്മുടെ അടുത്തുള്ള ഔട്ട്സൈഡ് ലാൻഡിനെ തടയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകും, സോയിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകും, അങ്ങനത്തെ കേസസാണ്. ഇനി അഡ്വാൻറ്റേജസിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് എ ക്വിക്ക് പ്രോസസ് കമ്പയർഡ് ടു അതേഴ്സ്. അതായത് നോർമലി പൈൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ക്വിക്ക് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ദ ഫൗണ്ടേഷൻ ഈസ് ഓൾസോ എക്കണോമിക്കലി ചീപ്പർ ദാൻ എനി അതർ ഫൗണ്ടേഷൻ, ആൻഡ് ദ മാറ്റ് ഫൗണ്ടേഷൻ ഈസ് മോർ എക്കണോമിക്കൽ. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ, ആൻഡ് shallow foundation can resist the groundwater absorption, and also the damage due to earthquake is lesser than other type of foundation, and also the concrete reinforced concrete slab which is more thicker than footing foundation, and it also prevents the unequal settlements. അപ്പോൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.